ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും നമ്മുടെ ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ള മത്സരാർത്ഥികളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. മര്യാദയ്ക്ക് ഒരു ടാസ്ക് കൊടുത്താൽ അത് ചെയ്യാൻ പോലും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും അനീഷിന്റെ ആ ഒരു ടാസ്ക് നടന്ന സമയത്ത് ആ ജ്യൂസിന്റെ ടാസ്കിന്റെ ഫസ്റ്റ് ദിവസം അനീഷ് ആകെ ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് പുള്ളിക്കാരൻ ജ്യൂസ് കുപ്പികളൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞു. കാരണം അന്ന് അനീഷിന്റെ ഭാഗത്ത് ഒരുപാട് ന്യായം ഉണ്ടായിരുന്നു. കാരണം അനീഷിന്റെ ബോട്ടിലുകളിൽ ഇരിക്കുന്ന ജ്യൂസുകളൊക്കെ എടുത്ത് കുടിക്കുക, ഒളിപ്പിച്ച് കൊണ്ടുപോവുക, നിലത്തൊഴിക്കുക, കട്ടെടുക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മാക്സിമം സഹിച്ചതിന് ശേഷം മാത്രമാണ് പൊട്ടിത്തെറിച്ചത്. പിറ്റേ ദിവസവും ടാസ്ക് കൊടുക്കുന്നു. പിറ്റേ ദിവസവും ഇതുപോലെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രൊവോക്കിംഗ് ആണോ കാരണം എന്നുള്ളതിലല്ല കാര്യം. പക്ഷെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മുഴുവനും ജ്യൂസ് ബോട്ടിലുകൾ മുഴുവനും എറിഞ്ഞുടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അനീഷ് ചെയ്യുമ്പോൾ അനീഷിനെ കുറ്റം പറയാനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് അത് വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഓരോ കണ്ടസ്റ്റന്റിനും PR വർക്കേഴ്സ് പുറത്തു കടന്ന് ആറാടുകയായിരിക്കും. അപ്പോൾ അനീഷിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അനീഷിനെതിരെ പറയാനുള്ളൊരു ആയുധമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അനീഷ് തലേ ദിവസം കാണിച്ചപ്പോൾ ഓക്കെ, പിറ്റേ ദിവസവും കൂടി കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞു നശിപ്പിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോയത് ശരിയായില്ല. കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് അനീഷിന് പുറത്ത് ഫാൻസ് കൂടുകയുള്ളൂ, അതിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെ അവിടെ കിടന്ന് ഓരോരുത്തർ കാണിക്കുന്നതിൻ്റെ ഇരട്ടി കാണിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അനീഷിന് ഇത്രയും നാളുള്ള ആ ഒരു റെസ്പെക്റ്റ് അങ്ങ് പോവും. കാരണം ആളുകൾ പറയും, ഓ ഇത്ര നാളും അവൻ എങ്ങനെയൊക്കെയോ നിന്നതേ ഉള്ളൂ, ദേ വരുന്നു അവൻ്റെ തനിക്കുണം എന്ന് പറയാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു കാരണമായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് അനീഷിനോട് പറയാനുള്ളത്. അനീഷിനെ അതിനകത്ത് വെച്ചിട്ട് ഇപ്പോൾ അതിലെ ആയാലും അതുപോലെയുള്ള മറ്റുള്ളവരുടെ കാര്യമായാലും എത്രത്തോളം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം അനീഷിനോട് പുറത്തുള്ള ആളുകൾക്ക് ഫാൻസ് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം ബിഗ് ബോസിൽ, മറ്റുള്ള ഭാഷയുടെ കാര്യം ഞാൻ പറയുന്നില്ല, മലയാളം ബിഗ് ബോസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു കോമണർ എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.